ഇഷ്ടം മാത്രം ഭാഗം 2. നല്ല ഷാംപൂവിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ പല്ലവി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മഹി തൻ്റെ മുഖത്തോട് മുഖമടുപ്പിച്ച് തൻ്റെ അരികിലിരിക്കുന്നു. കുളിച്ചിറങ്ങിയ അവൻ്റെ ദേഹത്തെ തണുപ്പ് തൻ്റെ ദേഹത്തേക്ക് നിറയുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൻ അവളെ നോക്കി ചിരിച്ചപ്പോൾ അവൾക്ക് ഭയമാണ് തോന്നിയത്. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടിക്കളിച്ചു. അവൾ ആകെ പുളഞ്ഞുപോയി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി വന്നതും അവൾ കണ്ണുകൾ അടച്ചു. കണ്ണു തുറക്കു പെണ്ണെ, നീ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല, അവൻ പറഞ്ഞു. അവൾ കണ്ണു തുറന്നതും വിറയ്ക്കുന്ന അവൻ്റെ ചുണ്ടുകൾ അവൾ കണ്ടു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. വേദന കൊണ്ട് അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുപോയി. അവളുടെ ഉടൽ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ മുഖം അവളിലേക്ക് ചേർന്ന് വന്നതും അവൾ മുഖം തിരിച്ചുപോയി. അവൻ അവളിൽ പിടിമുറുക്കി. ഫലമായി അവളെ തന്നിലേക്ക് തിരിച്ചു. അവനെന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെ പല്ലവിക്ക് തോന്നി. അവൾ ഒരു ബലത്തിനായി കട്ടിലിൽ പിടിക്കാൻ ശ്രമിച്ചു. അവൻ അവളിൽ നിന്നും നെയ്റ്റി അടർത്തി മാറ്റാൻ നോക്കിയപ്പോൾ ഫോൺ ബെല്ലടിച്ചു. അവന് ദേഷ്യം വന്നു. ആദ്യം ഫോൺ എടുത്തില്ല. വീണ്ടും വീണ്ടും അടിച്ചപ്പോൾ പല്ലവിയിൽ നിന്നും പിടിവിട്ടുകൊണ്ട് മുറിവേറ്റ വേട്ടമൃഗത്തെപ്പോലെ ഫോണിന് നേരെ പാഞ്ഞു. അവൻ തന്നിൽ നിന്നും മാറിയ നിമിഷം പല്ലവി വേഗമൊരു രക്ഷപ്പെടൽ പോലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ മഹി അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. എന്താടാ, ഇപ്പോഴാണോ വിളിക്കുന്നത്? നല്ല മൂഡിൽ വരികയായിരുന്നു. അപ്പുറത്തുള്ള ആളോട് മഹി ദേഷ്യപ്പെട്ടു. ശരി ശരി, ഞാൻ വരാം, പക്ഷെ എന്നെ പെട്ടെന്ന് തിരിച്ചു വിടണം, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് പോണം, ഞാൻ വേഗം മടങ്ങി വരാം. അവൻ എഴുന്നേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ അവൾക്കരികിലെത്തി അവളുടെ ചുണ്ടിലൊരു ചുംബനം നൽകി. ബാക്കി ഞാൻ വന്നിട്ട്, അവളെ നോക്കി 2 കണ്ണും ഇറുക്കിക്കൊണ്ട് അവൻ കുസൃതിയിൽ പറഞ്ഞു. എന്നാൽ അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പല്ലവി ഇരുന്നു. പെണ്ണ് കാണാൻ വന്നപ്പോഴും ഒന്നും മിണ്ടാത്ത ആൾ തന്നെയാണോ ഇത്? അവൾക്ക് ഒരു തരം മരവിപ്പായിരുന്നു. ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഉണർന്നു നോക്കുമ്പോൾ താൻ അറിയാതെ ഉറങ്ങിപ്പോയതാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. മഹി പോയിട്ട് വന്നില്ലല്ലോ, അവൾ ഓർത്തു. വേഗം വരാമെന്നും പറഞ്ഞു പോയ ആൾ ഇനിയും എത്തിയിട്ടില്ല. അവൾ കട്ടിലിൻ്റെ ഒരു സൈഡിലായി കിടന്നു. അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. വാതിൽ ചാരിയിട്ടാണ് പല്ലവി കിടന്നിരുന്നത്. മഹേഷ് വന്നതൊന്നും അവൾ അറിഞ്ഞില്ല. നെയ്റ്റിയുടെ ഉള്ളിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി ഞെട്ടി കണ്ണുകൾ തുറന്നു. അവൾ നോക്കുമ്പോൾ മഹി തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്നു. അവൾ വേഗം നെയ്റ്റി ശരിയാക്കി എഴുന്നേൽക്കാൻ ഭാവിച്ചതും അവൻ അവളെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ അവളെ ചേർത്തു കിടത്തി. അവിടെ കിടക്ക് പെണ്ണെ, നീ എവിടെ പോവാ? ഞാൻ വന്നതൊന്നും നീ അറിഞ്ഞില്ലേ? അവൻ മന്ത്രിച്ചു. അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് ബലമായി ചേർത്ത് നിർത്തിയപ്പോൾ പല്ലവിക്ക് പിന്നെ അനങ്ങാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ വയറിന് മുകളിലൂടെ കൈകൾ നടത്തി. പിന്നെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടടുപ്പിച്ചു. അവൾ കുതറാൻ തുടങ്ങി. ശ്വാസം കിട്ടാത്തതുപോലെ അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അവൾ അവനെ ശക്തിയായി തള്ളി മാറ്റാൻ ശ്രമിച്ചു. നീ ഇങ്ങനെ ബലം പിടിക്കാതെ ഒന്ന് അടങ്ങിക്കിടക്ക്. മഹിയേട്ടാ, വേണ്ട, നമ്മൾ ശരിക്കൊന്ന് സംസാരിക്കുക കൂടി ചെയ്യാതെ. വേണ്ട, എനിക്ക് പറ്റുന്നില്ല, അവൾ ഞരങ്ങി. അവളെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ തന്നിലേക്ക് തിരിച്ചു കിടത്തി. അവൻ്റെ ചുടുനിശ്വാസം മുഖത്തേറ്റപ്പോൾ അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധമേറ്റപ്പോൾ അവൾക്ക് അവിടെ നിന്നും ഇറങ്ങി ഓടാനാണ് തോന്നിയത്. മുറിയിലെ ബെഡ്ലാമ്പിൻ്റെ ചെറിയ വെളിച്ചത്തിൽ അവൻ അവളെ നോക്കി. അവൾക്ക് ആ മണം ഇഷ്ടമായിട്ടില്ലെന്ന് അവന് തോന്നി. ഞാൻ അങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല. ഇന്ന് എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചപ്പോൾ ഒരു 2 പെഗ്, അത്രേ ഉള്ളൂ. നീ വിഷമിക്കേണ്ട. എന്തിനാ വെറുതെ നല്ലൊരു രാത്രിയുടെ രസം കളയുന്നത്? അതൊക്കെ വിട്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നീങ്ങാം. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു കിടന്നു. അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ വലിഞ്ഞു മുറുക്കി. അവൾക്ക് തൻ്റെ അസ്ഥികൾ ഒടിയുന്നത് പോലെ തോന്നി. അവൻ അവളിലേക്ക് പടർന്നു കയറി. അവൻ്റെ അധരങ്ങൾ അവളുടെ മുഖത്തും കഴുത്തിലും മാറിലും ഓടി നടന്നു. അവസാനം അവൻ തേടി നടന്നതെല്ലാം അവൻ പതിയെ പതിയെ നുണയാൻ തുടങ്ങി. പതിയെ പതിയെ അവനിൽ അതിൻ്റെ വേഗതയേറി. ചുംബനത്തിൻ്റെ സ്വഭാവം മാറി. വന്യമായി അവൻ അവളുടെ അധരങ്ങൾ നുണയാൻ തുടങ്ങി. മേൽചുണ്ടിൽ നിന്നും കീഴ്ചുണ്ടിലേക്കും പിന്നെ മാറിലേക്കും അവൻ്റെ അധരങ്ങൾ ചേക്കേറിക്കഴിഞ്ഞു. അവൾ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവൾക്ക് ഒന്നനങ്ങാൻ കൂടി കഴിഞ്ഞില്ല.
അവൾക്ക് തൻ്റെ ശ്വാസം ഇപ്പോൾ നിൽക്കുമെന്ന് തോന്നി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അവൾ അറിയാതെ അവൻ്റെ പുറത്ത് കൈ ചുരുട്ടി ഇടിച്ചു. അവൻ അവളിൽ നിന്നും പതിയെ എണീക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടുകളെ അവൻ സ്വതന്ത്രയാക്കി. അവൾക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെയായി. അവൾ ആഞ്ഞു ശ്വാസം വലിക്കാൻ തുടങ്ങി. അതൊന്നും ശ്രദ്ധിക്കാതെ മഹി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവിടെ നുണയുകയും കടിക്കുകയും ചെയ്തു. കാമാസക്തിയിൽ അവൻ എന്തൊക്കെയോ ആർത്തിയോടെ ചെയ്തു കൂട്ടി. അവൾക്ക് തൻ്റെ ദേഹത്ത് പുഴുവരിക്കുന്നത് പോലെ തോന്നി. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവൾ പല്ലുകൾ കടിച്ചു പിടിച്ചു. ഒരേ നിമിഷം സങ്കടവും ദേഷ്യവും കൊണ്ടവൾക്ക് കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. മഹി അവളെ ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ അധരങ്ങളുടെയും കൈകളുടെയും സ്ഥാനം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. അവൾ കൂടുതൽ കൂടുതൽ എതിർത്തു. എന്നാൽ അത് അവനിൽ വാശി തീർക്കുകയാണുണ്ടായത്. അവളുടെ എതിർപ്പ് വകവയ്ക്കാതെ അവളുടെ കൈകാലുകൾ തൻ്റെ വരുതിയിലാക്കി അവൻ അവളിലെ വസ്ത്രങ്ങൾ നീക്കം ചെയ്തു. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ പല്ലവി നടുങ്ങിപ്പോയി. അവൾക്ക് ശരിക്കും പേടിയായി. തീർത്തും നിസ്സഹായയായി ഒന്ന് അനങ്ങാൻ പോലുമാകാതെ പല്ലവി കിടന്നു. അവൻ്റെ ദന്തങ്ങളിൽ നിന്ന് അവളുടെ മേനിയാകെ അവൻ പാടുകൾ തീർത്തു. അങ്ങനെ കുറേ നേരം ആ ആക്രമണ സ്വഭാവം അവൻ തുടർന്നു. അവളുടെ മൃദുലമായ ദേഹം മുഴുവൻ വേട്ടമൃഗത്തെ പോലെ അവൻ കയറിയിറങ്ങി. പിന്നെ അവളിൽ വലിയൊരു വേദന നൽകിക്കൊണ്ട് അവൻ അവളിലെ പെണ്ണിനെ അറിഞ്ഞു. അവൻ അല്പനേരം കിതപ്പോടെ നിന്നു. പിന്നെ അവളുടെ നഗ്നമായ മാറിലേക്ക് മഹി തളർന്നു വീഴുമ്പോൾ പല്ലവിയിൽ നിന്നും നേർത്തൊരു തേങ്ങലുയർന്നു. അത് അവളെ അബോധാവസ്ഥയിലേക്ക് തള്ളിവിട്ടു. പിറ്റേന്ന് രാവിലെ അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ കണ്ണുകൾ പകുതി അടഞ്ഞതുപോലെയായിരുന്നു. കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല. കണ്ണുകൾക്കെല്ലാം വല്ലാത്ത ഒരു കനം തോന്നി അവൾക്ക്. ദേഹം മുഴുവൻ വേദനിക്കുന്നു. കൈയൊന്നും അനക്കാൻ പോലും പറ്റുന്നില്ല. കാലുകൾക്കൊക്കെ നല്ല കനം തോന്നുന്നു. ദേഹം മുഴുവൻ മുറിഞ്ഞു പോകുന്നത് പോലെ. അവൾ കിടന്നുകൊണ്ട് ചുറ്റും നോക്കി. മഹി കമിഴ്ന്നു കിടന്നുകൊണ്ട് സുഖമായി ഉറങ്ങുകയാണ്. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ തൻ്റെ നഗ്നമായ മേനിയിൽ അവൾ കൈയോടിച്ചു. കാലിൽ കണ്ട രക്തക്കറ അവളെ തലേന്നത്തെ രാത്രിയുടെ ഭീകര നിമിഷങ്ങളെ ഓർമ്മിപ്പിച്ചു. ഓർക്കാൻ പോലും ഭയമുള്ള രാത്രി. പല്ലവിക്ക് വല്ലാതെ സങ്കടം വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൾ തൻ്റെ നെയ്റ്റി എവിടെയാണെന്ന് തിരഞ്ഞു. കട്ടിലിൻ്റെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന നെയ്റ്റിയെടുത്ത് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും മഹി അവളെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ടു. അവൻ ഉറങ്ങുകയാണെന്നാണ് അവൾ കരുതിയിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ നടുങ്ങിപ്പോയി. അവൾ വേഗം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവളെ കൂടുതൽ അണച്ചുപിടിച്ചു. മഹിയേട്ട, അരുത്, എന്നെ വെറുതെ വിടൂ, എനിക്ക് വയ്യ, എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. മഹി അവളുടെ പിടയ്ക്കുന്ന മിഴികളിലേക്ക് നോക്കി. തനിക്ക് വേദനിച്ചോ? അതിനു മാത്രം ഞാൻ ഉപദ്രവിച്ചോ? കുറച്ച് കൂടിപ്പോയി അല്ലേ? സാരമില്ല, ഇനി ഉണ്ടാകില്ല, അവൻ അവളുടെ പേടിച്ചരണ്ട മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ വീണ്ടും തന്നെ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. അവൾ അതിൽ പരാജയപ്പെട്ടു. വിടു മഹിയേട്ട, ഞാൻ പോട്ടെ, എനിക്ക് കുളിക്കണം. ഒന്നുകൂടി ബലം പ്രയോഗിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൈ എങ്ങനെയൊക്കെയോ വിടുവിച്ചു. പിന്നെ അവനെ ശ്രദ്ധിക്കാതെ അലമാര തുറന്ന് ഡ്രസ്സുമെടുത്ത് കുളിക്കാനായി പോയി. കുളിക്കാനായി കയറി അവൾ ഷവർ ഓൺ ചെയ്തു. ദേഹത്ത് വെള്ളം വന്നു വീഴുമ്പോൾ ആകെ ഒരു നീറ്റൽ. അവൾ കൈകൊണ്ട് തൻ്റെ മാറിലും കൈകളിലും തലോടി. വേദന കൊണ്ട് അവൾ പുളഞ്ഞുപോയി. ഷവറിൽ നിന്നും വരുന്ന വെള്ളത്തിനൊപ്പം അവളുടെ കണ്ണുനീരും ഒലിച്ചിറങ്ങി. പല്ലവി കുളി കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോൾ സമയം നന്നായി വൈകിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഏറെ പരിഭ്രമിച്ചാണ് അവൾ കിച്ചണിലെത്തിയത്. അവൾ വരുന്നുണ്ടെന്ന് കണ്ടതും മാധവി ഒന്ന് തിരിഞ്ഞു നിന്നു. അവളെ അടിമുടി നോക്കി. പിന്നെ പറഞ്ഞു, ഓ, തമ്പുരാട്ടി എത്തിയോ? നേരത്തും കാലത്തും എഴുന്നേൽക്കാനും അടുക്കളയിൽ കയറാനുമൊന്നും വീട്ടിൽ നിന്നും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? ചിരി ഒരു വശത്തേക്ക് കോട്ടിക്കൊണ്ടവർ തുടർന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറിയിരിക്കണം, ആജ്ഞാപന സ്വരത്തിൽ അവർ പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പതറിപ്പോയി. ദേ, ഇവിടെയും ഒരു പെൺകൊച്ചുണ്ട്, അവളുടെ മുന്നിലൊന്നും ഇങ്ങനെ വന്നേക്കരുത്. അമ്മ ചൂണ്ടിക്കാട്ടിയത് കണ്ടപ്പോൾ അവൾ വിളറി വെളുത്തുപോയി. അപ്പോഴാണ് അവൾക്ക് തൻ്റെ ചുണ്ട് നീരുവെച്ച് വീർത്തതായും ദേഹത്ത് പല്ലുകൊണ്ട ഭാഗത്തെ പാടുകളും അവൾ ശ്രദ്ധിച്ചത്. അവൾ വല്ലാതെയായി. ഇനി ആരും തന്നെ കാണരുതേ എന്നവൾ പ്രാർത്ഥിച്ചു.
നികേഷേട്ടൻ ആ വഴി വന്നപ്പോൾ അവൾ ആകെ ഉലഞ്ഞുപോയി. അയാൾ അവളെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. അവളുടെ കണ്ണിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ അവൾ പുറം കൈകൊണ്ട് തുടച്ചു. തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാകുമെന്ന് അവൾ വിചാരിച്ചതേയില്ല. തൻ്റെ ജീവിതത്തിലെ ഇരുട്ടു നിറഞ്ഞ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നത് എന്നവൾക്ക് തോന്നി. ഇത് വെച്ചെങ്ങനെ വീട്ടിൽ വിരുന്നിന് പോകും? അവൾക്ക് അതായിരുന്നു ടെൻഷൻ. എങ്ങനെയൊക്കെയോ എല്ലാ ചടങ്ങുകളും തീർത്തു. മഹിയെ പിന്നെ അവൾക്ക് ഭയമായിരുന്നു. എങ്കിലും പിന്നീട് അധികം ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ അവൻ രാത്രി വൈകി വന്ന സമയത്ത് അവൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണതെന്ന് അവൻ ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ മഹിയേട്ടൻ സത്യം പറയുമോ? അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ കാര്യം പറയ്? അവൻ ഗൗരവസ്വരത്തിൽ അവളെ നോക്കി. എന്നെ ഇഷ്ടപ്പെടാതെയാണോ മഹിയേട്ടൻ വിവാഹം കഴിച്ചത്? അങ്ങനെ തോന്നാൻ നിനക്കിപ്പോൾ എന്തുണ്ടായി? അത് മഹിയേട്ടാ, എനിക്കെന്തോ അതുകൊണ്ടാണ് എന്നോട് ഏട്ടൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തോന്നിപ്പോവുക. അവൾക്ക് പറയുമ്പോൾ സങ്കടം വന്നു. എന്നാൽ കേട്ടോ, എനിക്കൊട്ടും ഇഷ്ടമില്ലാതെ തന്നെയാണ് നിന്നെ വിവാഹം കഴിച്ചത്. എനിക്ക് വേണ്ടിയല്ല, അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി നീ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയണ്ട, അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ പല്ലവിക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. പുറത്തേക്ക് പോയ അവൻ പിന്നീട് നല്ലവണ്ണം മദ്യപിച്ചുകൊണ്ടാണ് തിരികെ വന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ പല്ലവിക്ക് ഭയമായി. അവന്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരുന്നു. ഇന്നിനി എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും? ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ബോധം നശിക്കുന്നത് പോലെ തോന്നി. കടുവയുടെ മുന്നിൽപ്പെട്ട ആട്ടിൻകുട്ടിയെപ്പോലെ അവൾ ഭയന്നു വിറച്ചു. താനിപ്പോൾ വീണു പോകുമെന്നവൾക്ക് തോന്നി. പുതിയൊരു പാർട്ടുമായി അടുത്ത ദിവസം തന്നെ കാണാട്ടോ.